മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂണിറ്റ് 5 ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, പ്ലാന്റ് ഫിസിയോളജി. അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ആ ഒരു ടോപ്പിക്കാണ് ഫോട്ടോസിന്തസിസ്. നമ്മൾ ഇന്ന് ഫോട്ടോസിന്തസിസിന്റെ ലൈറ്റ് റിയാക്ഷൻസും ഡാർക്ക് റിയാക്ഷൻസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ ഫോട്ടോസിന്തസിസിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ, അതിൻ്റെ കുറച്ച് നമ്മുടെ പിഗ്മെന്റുകളെ പറ്റിയിട്ടും അതേപോലെ അത്യാവശ്യം വേണ്ട ലൈറ്റിന്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഇൻട്രൊഡക്ടറി പാർട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി റിയാക്ഷൻസിലേക്ക് കടക്കാം. ഓക്കെ, ഫോട്ടോസിന്തസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. The term photosynthesis means literally synthesis using light. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഫോട്ടോസിന്തസിസ്. അപ്പൊ എന്തോ ഒരു കാര്യം എന്ത് ചെയ്യാണ്, ലൈറ്റ് യൂസ് ചെയ്തിട്ട്, ഫോട്ടോൺ മീൻസ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, സിന്തസൈസ് ചെയ്യുകയാണ്. അതാണ് ആ ഒരു ടേമിന്റെ മീനിങ് ആയിട്ട് പറയുന്നത്. ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് യൂസ് സോളാർ എനർജി ടു സിന്തസൈസ് കോംപ്ലക്സ് കാർബൺ കോമ്പൗണ്ട്സ്. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ് എന്ത് ചെയ്യുന്നുണ്ട്, സോളാർ എനർജി അല്ലെങ്കിൽ ലൈറ്റ് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. സണ്ണിന്റെ ലൈറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട്സിനെയൊക്കെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഇത് ബേസിക് ആയിട്ട് നമ്മൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോവാം. And more specifically, light energy drives the synthesis of carbohydrates and generation of oxygen from carbon dioxide and water. And സ്പെസിഫിക്കലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, ലൈറ്റ് എനർജി യൂസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റിനെ സിന്തസൈസ് ചെയ്യുകയും അതേപോലെ തന്നെ ഓക്സിജന് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ പോലെയുള്ള ഇൻഓർഗാനിക് കോൺസ്റ്റുവൻസിൽ നിന്ന് ഓർഗാനിക് കോൺസ്റ്റുവൻസിനെ എന്ത് ചെയ്യാണ്, ജനറേറ്റ് ചെയ്യുകയാണ്. അതാണ് പ്രൈമറിലി എന്തെന്ന് പറയുന്നത്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി അവിടെ കാർബോഹൈഡ്രേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് റിയാക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ്, 6 കാർബൺ ഡൈ ഓക്സൈഡും 6 വാട്ടർ മോളിക്യൂൾസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് C6H12O6 എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും അതേപോലെ തന്നെ എന്താണ് 6 ഓക്സിജനും ഫോം ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഫോട്ടോസിന്തസിസിന്റെ ഒരു ഓവറോൾ റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു നെറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. Energy stored in these carbohydrate molecule can be used later to power cellular processes in the plant and can serve as the energy source for all forms of life. അപ്പൊ എന്താണ്, ഈ ലൈറ്റ് എനർജീനെ ഫോട്ടോസിന്തസിസ് വഴി കെമിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ കാർബോഹൈഡ്രേറ്റിന്റെ, ഫോം ചെയ്തിരിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ ബോണ്ടുകളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ എനർജീനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നീട് എനർജി ആവശ്യമായിട്ട് വരുമ്പോൾ, അത് ഏത് ലൈഫ് ഫോംസിലാണെങ്കിലും പിന്നീട് എനർജി ആവശ്യമായിട്ട് വരുമ്പോൾ ഈ കാർബോഹൈഡ്രേറ്റിന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്ത് ആ എനർജി എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫോട്ടോസിന്തസിസിന്റെ കേസിലും അങ്ങനെയാണ്. ഫോട്ടോസിന്തസിസിൽ കുറച്ചധികം സീരീസ് ഓഫ് റിയാക്ഷൻസ് നടക്കുന്നു. അതില് കുറച്ച് ഫസ്റ്റ് സീരീസ് ഓഫ് റിയാക്ഷൻസിൽ ഇതേപോലെ സിമുലേറ്ററി പവേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് സെക്കൻഡ് സീരീസ് ഓഫ് റിയാക്ഷനിൽ ഈ പവർ യൂസ് ചെയ്തിട്ട് ATP സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഈ പവർ യൂസ് ചെയ്തിട്ട് ATP കാർബോഹൈഡ്രേറ്റിന്റെ ഒക്കെ സിന്തസിസ് നടക്കുന്നുണ്ട്. ആൻഡ് ഇത് പിന്നീട് റെസ്പിറേഷനിലേക്ക് പോകുന്നു. ആൻഡ് ഈ ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കാർബോഹൈഡ്രേറ്റുകൾ ബ്രേക്ക് ചെയ്യുന്നു. വീണ്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ വാട്ടറിന്റെ ഒക്കെ റിലീസ് നടക്കുന്നു. ആൻഡ് ഫോട്ടോസിന്തസിസ് ആൻഡ് റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ആൻഡ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളതും ഈ ഫോട്ടോസിന്തസിസും അതേപോലെ റെസ്പിറേഷനും തന്നെയാണ്. ഇപ്പോൾ ഫോട്ടോസിന്തസിസ് വഴി ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു എനർജിയാണ് ആ എല്ലാ ഫോംസിന്റെയും സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. ആൻഡ് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് എങ്ങനെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദി മോസ്റ്റ് ആക്റ്റീവ് ഫോട്ടോസിന്തറ്റിക് ടിഷ്യൂ ഇൻ ഹയർ പ്ലാന്റ് ഈസ് ദി മീസോഫിൽ ഓഫ് ലീവ്സ്. അപ്പോൾ പ്ലാന്റിന്റെ കേസിൽ മോസ്റ്റ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോട്ടോസിന്തറ്റിക് ടിഷ്യൂ എന്ന് പറയുന്നത് ഏതാണ്, ലീവ്സിന്റെ മീസോഫിൽ ആണ്. മീസോഫിൽ സെൽസ് ഹാവ് മെനി ക്ലോറോപ്ലാസ്റ്റ് വിച്ച് കണ്ടെയ്ൻ ദി സ്പെഷ്യലൈസ്ഡ് ലൈറ്റ് അബ്സോർബിംഗ് ഗ്രീൻ പിഗ്മെന്റ്സ്, ദി ക്ലോറോഫിൽസ്.
ഇപ്പോൾ മീസോഫിൽ സെൽസിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ലീവ്സിലുള്ള മീസോഫിൽ സെൽസിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മീസോഫിൽ സെൽസിൽ അബൻഡന്റ് ആയിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ക്ലോറോപ്ലാസ്റ്റ് കാണാനായിട്ട് പറ്റും. അപ്പൊ പ്ലാന്റിൽ സ്പെഷ്യലായിട്ട് കാണുന്ന ഒരു ഓർഗനല്ലെയാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്ലോറോപ്ലാസ്റ്റിലാണ് എന്ത് നടക്കുന്നത്? ഈ ക്ലോറോപ്ലാസ്റ്റിൽ ക്ലോറോഫിൽ പിഗ്മെന്റുകൾ പ്രസന്റ് ആണ്. ആൻഡ് ഈ ക്ലോറോപ്ലാസ്റ്റിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നു. ഓക്കെ, ആൻഡ് which contain specialized light absorbing green pigments, the chlorophyls. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എന്താണ്, ഈ മീസോഫിൽസിൽ ക്ലോറോപ്ലാസ്റ്റുകളുണ്ട്. ക്ലോറോപ്ലാസ്റ്റിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലൈറ്റിനെയൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉള്ള പിഗ്മെന്റ് ഉണ്ട്, വിച്ച് ഈസ് ദി ക്ലോറോഫിൽസ്. ക്ലോറോഫിൽസ് മാത്രമല്ല കരോട്ടിനോയിഡ്സ് പോലെയുള്ള അസസറി പിഗ്മെന്റുകളും പ്രസന്റ് ആണ്. In photosynthesis, the plant uses solar energy to oxidize water. അപ്പോൾ പ്ലാന്റ് ഫോട്ടോസിന്തസിസിൽ പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സോളാർ എനർജീനെ യൂസ് ചെയ്തിട്ട് വാട്ടറിനെ ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. thereby releasing oxygen and to reduce carbon dioxide, thereby forming large carbon compounds, primarily sugars. ഓക്കെ, അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ലൈറ്റ് എനർജീനെ യൂസ് ചെയ്തിട്ട് വാട്ടറിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന് എന്ത് ചെയ്യുന്നുണ്ട്? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന് റിഡക്ഷൻ സംഭവിച്ചിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ലാർജ് കാർബൺ കോമ്പൗണ്ടുകൾ, പ്രൈമർലി ഷുഗേഴ്സിന്റെ ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, വാട്ടർ മോളിക്യൂളിന് ഓക്സിഡേഷന് സംഭവിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിന് റിഡക്ഷനും സംഭവിക്കുന്നുണ്ട്. വാട്ടർ മോളിക്യൂളിന് ഓക്സിഡേഷൻ നടന്നിട്ട് അവിടെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഓക്സിജന്റെ റിലീസ് നടക്കുന്നുണ്ട്. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡിന് റിഡക്ഷൻ നടന്നിട്ട് അവിടെ ലാർജ് കാർബൺ കോമ്പൗണ്ടുകൾ, എസ്പെഷ്യലി ഷുഗേഴ്സിന്റെ ഫോർമേഷനും നടക്കുന്നുണ്ട്. The complex series of reactions that culminate in the reduction of carbon dioxide include, അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിഡക്ഷൻ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ആൻഡ് അവിടെ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ആൻഡ് ഈ റിയാക്ഷൻസിന് നമ്മൾ പ്രധാനമായിട്ടും 2 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് ഏതെന്ന് പറയുന്നത്? തൈലക്കോയിഡ് റിയാക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ലൈറ്റ് റിയാക്ഷൻസ് എന്ന് പറയും. ആൻഡ് സെക്കൻഡ് സെറ്റ് ഓഫ് റിയാക്ഷൻസ് ആണ് ദി കാർബൺ ഫിക്സേഷൻ റിയാക്ഷൻ, അല്ലെങ്കിൽ അതിനെ എന്തെന്ന് പറയും? ഡാർക്ക് റിയാക്ഷൻസ് എന്ന് പറയും. അപ്പോൾ ഓർക്കുക, ലൈറ്റ് റിയാക്ഷൻ ആണെങ്കിൽ അത് എവിടെ വെച്ച് നടക്കുന്നു? ഡാർക്ക് റിയാക്ഷൻ ആണെങ്കിൽ എവിടെ വെച്ച് നടക്കുന്നു? ലൈറ്റ് റിയാക്ഷൻ ആണെങ്കിൽ ഗ്രാനൈൽ വെച്ചിട്ടാണ്, ഡാർക്ക് റിയാക്ഷൻ ആണെങ്കിൽ സ്ട്രോമയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആ ക്ലോറോപ്ലാസ്റ്റിലെ ഗ്രാനൈലും സ്ട്രോമയിലും വെച്ചിട്ടാണ് ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ഓവറോൾ ആ ഒരു ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിൽ ആ കാർബൺ ഡൈ ഓക്സൈഡിന്റെ റിഡക്ഷൻ 2 റിയാക്ഷൻസ് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് വഴിയാണ് നടക്കുന്നത്. റിയാക്ഷൻസിനെ പ്രത്യേകമായിട്ടും 2 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് തൈലക്കോയിഡ് റിയാക്ഷൻ, സെക്കൻഡ് വൺ ആണ് കാർബൺ ഫിക്സേഷൻ റിയാക്ഷൻ. And the end products of these thylakoid reactions are high energy compounds ATP and NADPH, which are used for the synthesis of sugars in carbon fixation reactions. അപ്പോൾ ഈ 2 റിയാക്ഷൻസും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഫസ്റ്റ് റിയാക്ഷൻ ആയിട്ടുള്ള തൈലക്കോയിഡ് റിയാക്ഷൻസിന്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് എന്താണ്? ഹൈ എനർജി കോമ്പൗണ്ട്സ് ആയിട്ടുള്ള ATP ആൻഡ് NADPH ആണ്. തൈലക്കോയിഡ് റിയാക്ഷൻസിന്റെ ഫലമായിട്ട് അവിടെ ATPയും NADPHും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈ എനർജി മോളിക്യൂൾസ് ആയിട്ടുള്ള ATPയും NADPHും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നീട് ഡാർക്ക് റിയാക്ഷൻ അല്ലെങ്കിൽ കാർബൺ ഫിക്സേഷൻ റിയാക്ഷൻസിൽ ഈ തൈലക്കോയിഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷനിൽ ഫോം ചെയ്തിട്ടുള്ള ATPയും NADPHും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് കാർബൺ ഫിക്സേഷൻ അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഷുഗേഴ്സിന്റെ സിന്തസിസ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇതാണ് എൻറ്റയർ റിയാക്ഷൻ എന്ന് പറയുന്നത്. And these synthetic processes takes place in the stroma of the chloroplast, the aqueous region that surrounds the thylakoids. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? ഈ സിന്തറ്റിക് പ്രോസസ്സസ് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലെ സ്ട്രോമയിലാണ്. ഈ കാർബൺ ഫിക്സേഷൻ റിയാക്ഷൻസ് നടക്കുന്നത് എവിടെയാണ്? സ്ട്രോമയിൽ വെച്ചിട്ടാണ് കാർബൺ ഫിക്സേഷൻ റിയാക്ഷൻസ് നടക്കുന്നത്. അതേപോലെ തൈലക്കോയിഡ് റിയാക്ഷൻസ് ആണെങ്കിൽ അത് ഗ്രാനൈൽ വെച്ചിട്ടാണ്. In the chloroplast, light energy is converted into chemical energy by 2 different functional units called photosystems. അപ്പോൾ നമ്മൾ ക്ലോറോപ്ലാസ്റ്റിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ ലൈറ്റ് എനർജീനെ എന്ത് ചെയ്യുന്നുണ്ട്? കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കൺവേർഷനിൽ പ്രധാനമായിട്ടും
ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഫങ്ഷണൽ യൂണിറ്റ്, 2 ഫങ്ഷണൽ യൂണിറ്റുകൾ ഈ ഒരു കൺവേർഷനിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിനെ കളക്റ്റീവ്ലി നമ്മൾ എന്തെന്ന് പറയും? ഫോട്ടോ സിസ്റ്റംസ് എന്ന് പറയും. ഓക്കെ, ഫോട്ടോ സിസ്റ്റം 1 ഉണ്ട്, ഫോട്ടോ സിസ്റ്റം 2 ഉണ്ട്. ഈ ഒരു ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു കൺവേർഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫങ്ഷണൽ യൂണിറ്റുകളുണ്ട്. അതിനെ നമ്മൾ കളക്റ്റീവായിട്ട് ഫോട്ടോ സിസ്റ്റംസ് എന്ന് വിളിക്കുന്നു. The absorbed light energy is used to power the transfer of electrons through a series of compounds that act as electron donors and electron acceptors. അങ്ങനെ ഈ ഫോട്ടോ സിസ്റ്റംസ് മീഡിയേറ്റഡ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് എനർജീനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിനുള്ളൊരു പവർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടക്കുന്നു. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള അക്സെപ്റ്റേഴ്സ് ഉണ്ടാകുന്നു. ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാനുള്ള ഡോണേഴ്സ് ഒക്കെ, ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാനുള്ള ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ഡോണേഴ്സ്, ഇലക്ട്രോൺ ഡോണേഴ്സും ഉണ്ട്. ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സും ഒക്കെ പ്രസന്റ് ആണ്. നമ്മൾ ഈ എൻറ്റയർ സീരീസ് ഓഫ് റിയാക്ഷനെ പറ്റിയിട്ട് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് പറയുന്നത്. തൈലക്കോയിഡ് റിയാക്ഷൻ അല്ലെങ്കിൽ ലൈറ്റ് റിയാക്ഷനും ഉണ്ട്, ഡാർക്ക് റിയാക്ഷനും ഉണ്ട്. അപ്പൊ ഈ ലൈറ്റ് റിയാക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? ആ ഒരു ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ട് ഈ ATP, NADPH പോലെയുള്ള ഹൈ എനർജി മോളിക്യൂൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്താ നടക്കുന്നത്? ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ആൻഡ് ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ മീഡിയേറ്റ് ചെയ്യുന്നത് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ടുള്ള ഫോട്ടോ സിസ്റ്റംസ് വഴിയാണ്. ആൻഡ് ഈ ഫോട്ടോ സിസ്റ്റംസ് മീഡിയേറ്റഡ് ആയിട്ട് ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ആ പവർ യൂസ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡോണേഴ്സും അതേപോലെ അക്സെപ്റ്റേഴ്സും വഴി എന്ത് ചെയ്യാണ്? ഇങ്ങനെ മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. The majority of electrons are extracted from water, which is oxidized to oxygen and ultimately reduced NADP plus to NADPH. അപ്പോൾ ഇതിൽ മെജോറിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഈ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെജോറിറ്റി ഓഫ് ഇലക്ട്രോൺസും എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? വാട്ടറിൽ നിന്നാണ് മെജോറിറ്റി ഓഫ് ഇലക്ട്രോൺസും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് ആവശ്യമായിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യപ്പെടുക എന്ന് പറയുമ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോൺസ് വേണമല്ലോ. അപ്പൊ ഈ ഇലക്ട്രോൺസിനെയൊക്കെ മെജോറിറ്റി ഓഫ് ഇലക്ട്രോൺസും കിട്ടുന്നത് എവിടെ നിന്നാണ്? വാട്ടറിൽ നിന്നാണ്. ആൻഡ് വാട്ടർ എന്ത് ചെയ്യാണ്? ഓക്സിഡൈസ് ചെയ്തിട്ട് ഓക്സിജന്റെ ഫോർമേഷനും അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന്റെ ഒക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? NADP പ്ലസ് റെഡ്യൂസ്ഡ് ആയിട്ട് NADPH ആയിട്ട് മാറുന്നു. NADPH എന്ന് പറയുന്ന ഒരു ഹൈ എനർജി മോളിക്യൂൾ അവിടെ ഫോം ചെയ്യുന്നു. And light energy is also used to generate a proton motive force across the thylakoid membrane, and this proton motive force is used to synthesize ATP. And ഈ light energy ഈ ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫറിനും അതേപോലെ NADPHും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് തൈലക്കോയിഡ് മെംബ്രെയിനിൽ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ലൈറ്റ് എനർജി യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാ പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്? ഈ ഇലക്ട്രോണിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സും ഇലക്ട്രോൺ ഡോണേഴ്സിലൂടെയും ഒക്കെ കടന്നിങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഈ ഇലക്ട്രോൺ പല സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോൺ ക്യാരിയേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ എന്താണ്? ചില ഇലക്ട്രോൺ ക്യാരിയേഴ്സിന് പ്രോട്ടോണും കൂടെ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോണിനെ പ്രോപ്പറായിട്ട് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ പ്രോട്ടോണിന്റെ നീഡ് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രോമയിൽ നിന്ന് തൈലക്കോയിഡ് മെംബ്രെയിൻ, തൈലക്കോയിഡിന്റെ ലൂമന്റെ അകത്തും തൈലക്കോയിഡിന്റെ ലൂമനും അതേപോലെ സ്ട്രോമയും അതിന്റെ നടുക്കായിട്ട് തൈലക്കോയിഡ് മെംബ്രെയിൻ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ജനറേറ്റ് ചെയ്യണം. ആൻഡ് ഈ ലൈറ്റ് എനർജി യൂസ് ചെയ്ത് ഈ ഇലക്ട്രോണിനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സ്ട്രോമയിൽ നിന്ന് ചില സമയം എന്താണ്? പ്രോട്ടോണിനെ എടുക്കേണ്ട ആവശ്യം വരും. ഈ ഇലക്ട്രോണിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രോട്ടോൺസ് എടുക്കേണ്ടി വരും. അങ്ങനെ സ്ട്രോമയിൽ നിന്ന് പ്രോട്ടോൺ എടുക്കുകയും ആ പ്രോട്ടോണിനെ തൈലക്കോയിഡിന്റെ ലൂമനിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. ആ ഒരു സമയത്ത് സ്ട്രോമയിലെ H+ന്റെ കോൺസെൻട്രേഷൻ കുറയുകയും തൈലക്കോയിഡ് ലൂമന്റെ ഉള്ളിലുള്ള H+ന്റെ കോൺസെൻട്രേഷൻ കൂടുകയും ചെയ്യും. അപ്പൊ അവിടെ എന്താണ്? ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ജനറേറ്റ് ചെയ്തില്ലേ? ആൻഡ് ഈ ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ATPയുടെ സിന്തസിസ് നടക്കുന്നത്. അപ്പൊ ലൈറ്റ് എനർജി എന്ന് പറയുന്നത് NADP+നെ റെഡ്യൂസ് ചെയ്ത് NADPH ആക്കി മാറ്റാൻ വേണ്ടി മാത്രമല്ല, ATPയുടെ സിന്തസിസിനും
എന്ത് ഒരു റോൾ ആർക്കുണ്ട്? ഈ റിസീവ് ചെയ്യുന്ന ലൈറ്റ് എനർജിക്ക് പ്രധാനമായിട്ടും ATP ആൻഡ് NADPH ഉണ്ടാക്കുന്നതിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മളത് ഡിസ്കസ് ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകും. ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ്. ഇനി ഫോട്ടോസിന്തസിസിന് എസെൻഷ്യൽ ആയിട്ട് വേണ്ട കുറച്ച് അപ്പാരറ്റസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ദി ക്ലോറോപ്ലാസ്റ്റ് ഇൻ ഗ്രീൻ പ്ലാന്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ്. ഗ്രീൻ പ്ലാന്റ്സിലെ ക്ലോറോപ്ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? അതിനാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ആൻഡ് ഇൻ ഹയർ പ്ലാന്റ്സ് ദി ക്ലോറോപ്ലാസ്റ്റ് ഈസ് ഡിസ്കോയിഡ് ഇൻ ഷേപ്പ് 4 to 6 micron in length and 1 to 2 micron thick. ഇപ്പൊ എന്താണ്? ഹയർ പ്ലാന്റ്സിലെ ക്ലോറോപ്ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഡിസ്കോയിഡ് ആയിരിക്കും. അതിന്റെ തിക്നെസ്സും അതേപോലെ അതിന്റെ ലെങ്ത്തുമാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ദി ക്ലോറോപ്ലാസ്റ്റ് ഈസ് ബൗണ്ടഡ് ബൈ 2 unit membranes of approximately 50 angstrom thickness and consists of lipids and proteins. അപ്പൊ ഈ ക്ലോറോപ്ലാസ്റ്റിൽ ഡബിൾ മെംബ്രേനിയസ് ആണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് ക്ലോറോപ്ലാസ്റ്റിനെ ബൗണ്ട് ചെയ്ത് 2 യൂണിറ്റ് മെംബ്രെയിൻ കാണാനായിട്ട് പറ്റും. അതിന്റെ അപ്രോക്സിമേറ്റ് തിക്നെസ് എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഡബിൾ മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലിപ്പിഡ്സും പ്രോട്ടീൻസും ഒക്കെ പ്രസന്റ് ആണ്. ജസ്റ്റ് ഒരു ഓവർവ്യൂ ആയിട്ട് പറയുന്നത് കൊണ്ട് വേഗം പറഞ്ഞങ്ങ് പോവാം. ആൻഡ് ഇന്റേണലി ദി ക്ലോറോപ്ലാസ്റ്റ് ഈസ് ഫിൽഡ് വിത്ത് എ ഹൈഡ്രോഫിലിക് മാട്രിക്സ് കോൾഡ് ആസ് സ്ട്രോമ എംബഡഡ് വിത്ത് ഗ്രാന. ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഒരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മാട്രിക്സ് കാണാനായിട്ട് പറ്റും. ക്ലോറോപ്ലാസ്റ്റിന്റെ ഇൻസൈഡ് എന്ന് പറയുന്നത് ഫില്ല് ചെയ്തിരിക്കുന്നത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഒരു മാട്രിക്സ് കൊണ്ടാണ്. ആ മാട്രിക്സിന് ഹൈഡ്രോഫിലിക് മാട്രിക്സിനെ നമ്മൾ സ്ട്രോമ എന്ന് വിളിക്കുന്നു. ആൻഡ് ഈ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മാട്രിക്സ് അല്ലെങ്കിൽ ഈ സ്ട്രോമയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഡാർക്ക് റിയാക്ഷൻസ് നടക്കുന്നത്. ആൻഡ് ഈ സ്ട്രോമയിൽ എംബഡ് ചെയ്തിട്ട് എന്തിനെ കാണാനായിട്ട് പറ്റും? ഗ്രാനയും കാണാനായിട്ട് പറ്റും. ഈച്ച് ഗ്രാന കൺസിസ്റ്റ് ഓഫ് 5 to 25 disc-shaped grana lamellae or thylakoid placed one above the other like the stack of coins. അപ്പോൾ ഈ പറയുന്ന ഗ്രാന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാനയിൽ ഏകദേശം 5 മുതൽ 25 വരെ ഇങ്ങനെ കോയിൻസ് അടുക്കി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ സ്ട്രക്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാന ലമല്ലെ അല്ലെങ്കിൽ തൈലക്കോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാന നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ ഇൻസൈഡിൽ കാണുന്ന ഹൈഡ്രോഫിലിക് മാട്രിക്സിനെ സ്ട്രോമ എന്നും ആ സ്ട്രോമയിൽ എംബഡ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ ഗ്രാനയും കാണാനായിട്ട് പറ്റും. ആൻഡ് ഗ്രാന നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഓരോ ഗ്രാനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഇതേപോലെ കോയിൻ ഷേപ്പില് സ്റ്റാക്ക് ഓഫ് കോയിൻസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ 5 മുതൽ 25 വരെ കോയിൻസ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആൻഡ് ഈ കോയിൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തൈലക്കോയിഡ്സ് എന്ന് പറയുന്നത്. ഈ സ്റ്റാക്ക് ഓഫ് കോയിൻസ് ഈ എൻറ്റയർ സ്ട്രക്ചറിനെ ഗ്രാന എന്നും അതേപോലെ ഈ ഓരോ കോയിൻസിനെ നമ്മൾ നോക്കിയാൽ അതിനെ നമ്മൾ തൈലക്കോയിഡ് എന്നുമാണ് പറയുന്നത്. സം ഓഫ് ദി ഗ്രാന ലമല്ലെ ഓഫ് തൈലക്കോയിഡ് ഓഫ് ഗ്രാന ആർ കണക്റ്റഡ് വിത്ത് തൈലക്കോയിഡ് ഓഫ് അതർ ഗ്രാന ബൈ സംവാട്ട് തിന്നർ സ്ട്രോമ ലമല്ലെ ഓർ ഫ്രെറ്റ് മെംബ്രെയിൻ. ഇങ്ങനെ അഡ്ജസന്റ് ആയിട്ടിരിക്കുന്ന ഗ്രാന, അതായത് ഇതേപോലെ സെയിം ഒരു അടുക്ക് ഓഫ് കോയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ തൈലക്കോയിഡ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ഗ്രാന അഡ്ജസന്റ് ആയിട്ട് പ്രസന്റ് ഉണ്ട്. അപ്പൊ ഈ അഡ്ജസന്റ് ആയിട്ടുള്ള ഗ്രാന തമ്മിൽ ഒരു തിൻ ആയിട്ടുള്ള മെംബ്രെയിൻ വെച്ചിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ മെംബ്രെയിനിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രെറ്റ് മെംബ്രെയിൻ അല്ലെങ്കിൽ സ്ട്രോമ ലമല്ലെ എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും ഓർക്കേണ്ടത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഇന്നർ ഹൈഡ്രോഫിലിക് മാട്രിക്സിനെ പറയുന്നത് സ്ട്രോമ എന്നാണ്. ആൻഡ് ആ സ്ട്രോമയിൽ എംബഡ് ചെയ്ത് കിടക്കുന്നത് പോലെ ഗ്രാന കാണാനായിട്ട് പറ്റും. ആൻഡ് ആ ഗ്രാന നോക്കിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റാക്ക് ഓഫ് കോയിൻ അല്ലെങ്കിൽ കോയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ തൈലക്കോയിഡ് എന്ന് പറയുന്നു. അങ്ങനെ അഡ്ജസന്റ് ആയിട്ടുള്ള ഗ്രാന തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഫ്രെറ്റ് മെംബ്രെയിൻ അല്ലെങ്കിൽ സ്ട്രോമ ലമല്ലെ വെച്ചിട്ടാണ്. Chlorophyll and other photosynthetic pigments are confined to grana. And ഈ ഗ്രാനയിലാണ് നമുക്ക് പ്രധാനമായിട്ടും ക്ലോറോഫില്ലും അതേപോലെയുള്ള മറ്റ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റുകളൊക്കെ പ്രധാനമായിട്ടും കാണാനായിട്ട് പറ്റുന്നത്. And the chlorophylls are the site of photochemical reactions. And ഈ ക്ലോറോഫില്ലാണ് എന്താണ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസിന്റെ സൈറ്റുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഇതാണ് ഒരു ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. ക്ലോറോപ്ലാസ്റ്റിന്റെ ഒരു എൻറ്റയർ സ്ട്രക്ചർ നോക്കിയാൽ നമ്മൾ പറഞ്ഞ പോലെ ഇതെന്താണ്? ഒരു ഇന്നർ മെംബ്രെയിൻ ഉണ്ട്, ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്. ഓക്കെ, ഡബിൾ മെംബ്രെയിനിയസ് ആണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെ ഇൻസൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക,
ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഈ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മാട്രിക്സിനെയാണ് എന്ന് പറയുന്നത് സ്ട്രോമ എന്ന് പറയുന്നത്. സ്ട്രോമയിൽ എംബഡ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ കാണുന്ന ആ കോയിൻസ് സ്റ്റാക്ക് ചെയ്ത് അടുക്കി വെച്ചിരിക്കുന്ന പോലത്തെ ആ സ്ട്രക്ചറിനെയാണ് ഗ്രാനം എന്ന് പറയുന്നത്. സിംഗുലർ ആണ് ഗ്രാനം എന്ന് പറയുന്നത്. ആൻഡ് അഡ്ജസന്റ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഗ്രാന എടുത്ത് നോക്കിയാൽ അവിടെ സ്റ്റാക്സ് ഓഫ് കോയിൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണും. അതിലെ ഓരോ കോയിൻ നമ്മളിങ്ങനെ ഒരു സിംഗിൾ കോയിൻ ഇങ്ങനെ എടുക്കുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു, തൈലക്കോയിഡ് എന്നാണ് പറയുന്നത്. ആൻഡ് അഡ്ജസന്റ് ആയിട്ടുള്ള ഗ്രാനകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഇതേപോലെയുള്ള ഒരു തിൻ മെംബ്രെയിൻ വെച്ചിട്ടാണ്. അതിനെ സ്ട്രോമ ലമല്ല എന്ന് പറയുന്നു. ഇത്രയുമാണ് പ്രധാനമായിട്ടും ഏതിലും നമുക്ക് നോക്കാനുള്ളത്, ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റുകളെ പറ്റി നോക്കാം. ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റുകളെ പറ്റി നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റുകൾ ഏതൊക്കെയാണ്? ക്ലോറോഫിൽ ഉണ്ട്, കെരോട്ടിനോയിഡ്സ് ഉണ്ട്. ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, കെരോട്ടീൻസ് ഉണ്ട്, സാന്തോഫിൽസ് ഉണ്ട്. അപ്പോൾ ഇതിനെ പ്രധാനമായിട്ടും 3 തരത്തിലാണ് അല്ലെങ്കിൽ 3 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ക്ലോറോഫിൽ ഉണ്ട്, കെരോട്ടിനോയിഡ്സ് ഉണ്ട്, ഫൈക്കോബിലിൻസ് ഉണ്ട്. അങ്ങനെ 3 കാറ്റഗറീസ് ഓഫ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ക്ലോറോഫിൽസ് ആൻഡ് കെരോട്ടിനോയിഡ്സ് ആർ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ ആൻഡ് ക്യാൻ ബി എക്സ്ട്രാക്റ്റഡ് ഓൺലി വിത്ത് ഓർഗാനിക് സോൾവെന്റ്സ് സച്ച് ആസ് അസറ്റോൺ, പെട്രോളിയം ഈത്തർ ആൻഡ് ആൽക്കഹോൾ. ഈ ക്ലോറോഫിൽസും കെരോട്ടിനോയിഡ്സും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവരെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണമെങ്കിൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? അസറ്റോണോ, പെട്രോളിയം ഈത്തറോ, ആൽക്കഹോളോ ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ. ക്ലോറോഫിൽ പിഗ്മെന്റ്സിനെ ക്രൊമാറ്റോഗ്രഫി വെച്ചിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, ആ പ്ലാന്റിന്റെ ലീവ്സിനെ നമ്മൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അസറ്റോൺ കൂടെ ചേർത്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ബിക്കോസ് ഈ ക്ലോറോഫിൽ പിഗ്മെന്റ്സ് ഒക്കെ വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. അപ്പൊ അവരെന്താണ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസറ്റോൺ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ലീഫിനെ ഗ്രൈൻഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ക്രൊമാറ്റോഗ്രഫിക് പേപ്പർ വെച്ചിട്ട് ആ എക്സ്പെരിമെന്റ് നടത്തുന്നത്. അവിടെയും നമ്മൾ അസറ്റോൺ ആൻഡ് പെട്രോളിയം ഈഥറിന്റെ മിക്സ്ചർ ആയിരിക്കും നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നത്, ആ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈക്കോബിലിൻസ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. ഇപ്പൊ ഫൈക്കോബിലിൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് വാട്ടർ സോല്യൂബിൾ ആണ്. കെരോട്ടിനോയിഡ്സ് ഇൻക്ലൂഡ് കെരോട്ടീൻസ് ആൻഡ് സാന്തോഫിൽസ് ആൻഡ് ദി സാന്തോഫിൽസ് ആർ ഓൾസോ കോൾഡ് ആസ് കെരോട്ടിനോൾസ്. ഇപ്പോൾ കെരോട്ടിനോയിഡ്സ് നോക്കുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്, കെരോട്ടീൻസും ഉണ്ട്, സാന്തോഫിൽസും ഉണ്ട്. ആൻഡ് സാന്തോഫിൽസിനെ നമ്മൾ കെരോട്ടിനോൾസ് എന്നുകൂടെ പറയുന്നുണ്ട്. ക്ലോറോഫിൽസ് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് കാറ്റഗറി ക്ലോറോഫിൽ അല്ലെങ്കിൽ ആ ഗ്രീൻ പിഗ്മെന്റ് ആയിട്ടുള്ള ക്ലോറോഫിലിനെ പറ്റി നോക്കിയാൽ ക്ലോറോഫിൽസ് ആർ മഗ്നീഷ്യം പോർഫയറിൻ കോമ്പൗണ്ട്സ്. ഓക്കെ, മഗ്നീഷ്യം പോർഫയറിൻ കോമ്പൗണ്ട്സ്, അതായത് സെൻട്രൽ ആറ്റം ആയിട്ട് മഗ്നീഷ്യവും അതേപോലെ തന്നെ പോർഫയറിൻ റിംഗ്, അതൊരു സ്ട്രക്ചർ, അതിന്റെ എൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മഗ്നീഷ്യവും അതേപോലെ പോർഫയറിനും കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് ക്ലോറോഫിലിനെ നമ്മൾ മഗ്നീഷ്യം പോർഫയറിൻ കോമ്പൗണ്ട്സ് ആയിട്ടാണ് പറയുന്നത്. ബോത്ത് ക്ലോറോഫിൽ എ ആൻഡ് ബി കൺസിസ്റ്റ് ഓഫ് മഗ്നീഷ്യം പോർഫയറിൻ ഹെഡ് വിച്ച് ഈസ് ഹൈഡ്രോഫിലിക് ആൻഡ് എ ഫൈറ്റോൾ ടെയിൽ വിച്ച് ഈസ് ലിപ്പോഫിലിക്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണിത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആ രീതിയിൽ തന്നെ വായിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ക്ലോറോഫിൽ എന് നോക്കിയാലും ക്ലോറോഫിൽ ബിന് നോക്കിയാലും ഇവർക്ക് ഒരു മഗ്നീഷ്യം പോർഫയറിൻ റിംഗ് അല്ലെങ്കിൽ മഗ്നീഷ്യം പോർഫയറിൻ ഹെഡ് പ്രസന്റ് ആയിരിക്കും. ഒരു സെൻട്രൽ മഗ്നീഷ്യവും അതേപോലെ ഒരു പോർഫയറിൻ റിംഗും വെച്ചിട്ടുള്ള ഒരു ഹെഡ് പ്രസന്റ് ആയിരിക്കും. ആൻഡ് ഈ ഹെഡ് എന്ന് പറയുന്നത് ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള ഹെഡ് ആയിരിക്കും. ഓക്കെ, ക്ലോറോഫിലിന്റെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് മഗ്നീഷ്യം പോർഫയറിൻ ഹെഡാണ്. ആൻഡ് അത് ഹൈഡ്രോഫിലിക് ആയിരിക്കും. ആൻഡ് അതേപോലെ തന്നെ ഒരു ഫൈറ്റോൾ ടെയിലും പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ആൻഡ് ഈ ഫൈറ്റോൾ ടെയിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെയില് ലിപ്പോഫിലിക് ആയിരിക്കും. ഓക്കെ, ലിപ്പിഡ് ലവിങ് ആയിട്ടുള്ളതായിരിക്കും ഫൈറ്റോൾ ടെയിൽ എന്ന് പറയുന്നത്. ആൻഡ് ദി ബേസിക് സ്ട്രക്ചർ ഈസ് എ റിംഗ് മെയ്ഡ് ഓഫ് 4 pyroles, a tetrapyrrole which is also named porphyrin. ഓക്കെ, മഗ്നീഷ്യം പോർഫയറിൻ എന്ന് പറയാനായിട്ട് കാരണം എന്താണ്, ആ ഒരു ബേസിക് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ആ ബേസിക് സ്ട്രക്ചർ ഫോം ചെയ്ത് നമ്മളിപ്പോൾ പറഞ്ഞ മഗ്നീഷ്യം പോർഫയറിൻ ഹെഡ്, ആ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത് 4 പൈറോൾസ് വെച്ചിട്ടാണ്. അതായത് 4 പൈറോൾസ് വെച്ചിട്ട് ടെട്രാപൈറോൾസ് അല്ലെങ്കിൽ ടെട്രാപൈറോൾ റിംഗ് വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു ഹെഡ് പോർഷൻ ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, പോർഫൈറിൻ എന്ന് വിളിക്കുന്നു. And magnesium is present in the center of the ring as the central atom and is covalently bound with
two nitrogen atoms and coordinately bound to other two atoms of the tetrapyrrole ring. And ഇവിടെ മഗ്നീഷ്യം എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ആറ്റം ആയിട്ട് കാണുന്നു. ഈ പറയുന്ന പോർഫൈറിൻ റിംഗില് സെൻട്രലിൽ കാണുന്ന പോർഫൈറിൻ റിംഗിന്റെ സെന്ററിൽ കാണുന്ന സെൻട്രൽ ആറ്റം ആണ് എന്ന് പറയുന്നത് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ഈ മഗ്നീഷ്യത്തിന്റെ പ്രത്യേകത, ഈ മഗ്നീഷ്യം രണ്ട് നൈട്രജൻ, ഈ പോർഫൈറിൻ റിംഗിലുള്ള രണ്ട് നൈട്രജൻ ആറ്റം ആയിട്ട് കോവലന്റ്ലി ബൗണ്ട് ചെയ്തിരിക്കുന്നു. ആൻഡ് മറ്റു രണ്ട് ആറ്റവുമായിട്ട് കോർഡിനേറ്റ്ലി ബൗണ്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു രീതിയിലാണ് മഗ്നീഷ്യത്തെ കാണാനായിട്ട് പറ്റുന്നത്. ക്ലോറോഫിൽ എയിലായിക്കോട്ടെ ക്ലോറോഫിൽ ബിയിലായിക്കോട്ടെ ഈ ഒരു രീതിയിലാണ് നമുക്ക് മഗ്നീഷ്യത്തെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ക്ലോറോഫിലിന്റെ പ്രത്യേകത, അവർക്ക് മഗ്നീഷ്യം പോർഫൈറിൻ ഹെഡ്, ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മഗ്നീഷ്യം പോർഫൈറിൻ ഹെഡ് ഉണ്ട്. ലിപ്പോഫിലിക് ആയിട്ടുള്ള ഫൈറ്റോൾ ടെയിലും പ്രസന്റ് ആണ്. ഇനി ഇവരുടെ ഹെഡ് പോർഷൻ നമ്മൾ നോക്കിയാല് 4 പൈറോൾ റിങ്ങുകളായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ടെട്രാപൈറോൾ റിംഗ് എന്ന് നമ്മൾ ആ സ്ട്രക്ചറിനെ എൻറ്റയർലി പറയുന്നു. അതിനെ നെയിം ചെയ്തിരിക്കുന്നത് പോർഫൈറിൻ എന്ന രീതിയിലാണ്. പോർഫൈറിൻ റിംഗ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ആൻഡ് ഈ പോർഫൈറിൻ റിംഗ് അല്ലെങ്കിൽ ഈ ടെട്രാപൈറോൾ റിംഗ് സ്ട്രക്ചറിന്റെ സെൻട്രലിൽ കാണുന്ന ആറ്റം മഗ്നീഷ്യം ആയിരിക്കും. മഗ്നീഷ്യം ഈ ടെട്രാപൈറോൾ റിംഗിലുള്ള രണ്ട് നൈട്രജനുമായിട്ട് കോവലന്റ്ലി ബൗണ്ട് ചെയ്തിരിക്കുന്നു, മറ്റു രണ്ട് ആറ്റവുമായിട്ട് കോർഡിനേറ്റ്ലി ബൗണ്ട് ചെയ്തിരിക്കുന്നു. ഈ ഒരു രീതിയിലാണ് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് എ cyclopentanone is attached to ring C. ആൻഡ് ഈ 4 റിങ്ങിനെ നമ്മൾ ABCD എന്ന് പറഞ്ഞ് നെയിം ചെയ്തിട്ടാണ് പറയുന്നത്. അതിലെ C റിംഗ് നമ്മൾ നോക്കിയാൽ അവിടെ ഒരു സൈക്ലോപെന്റനോൺ അറ്റാച്ച് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ആൻഡ് at ring D, a propionic acid group forms an ester with the alcohol phytol. ഇനി D റിംഗ് നമ്മൾ നോക്കിയാൽ, ഓക്കെ, ആദ്യം റിംഗ് സിയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് സൈക്ലോപെന്റനോൺ ആണ്. റിംഗ് ഡി നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്താണ്? ഒരു പ്രൊപ്പിയോണിക് ആസിഡ് ഗ്രൂപ്പ് ഫൈറ്റോൾ എന്ന് പറയുന്ന ആൽക്കഹോളുമായിട്ട് ഒരു എസ്റ്റർ ഫോം ചെയ്തിട്ട് ഇരിക്കുന്നു. ഒരു എസ്റ്റർ ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. ആൻഡ് ഫൈറ്റോൾ കൺസിസ്റ്റ് ഓഫ് എ ലോങ് ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺ ചെയിൻ വിത്ത് 1 CC ഡബിൾ ബോണ്ട്. ഇനി ഫൈറ്റോളിനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫൈറ്റോളില് എന്താണ്? ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് പ്രസന്റ് ആണ്. ഫൈറ്റോൾ എന്ന് പറയുന്നത് ഒരു ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആണ്. ആൻഡ് ഇതിൽ ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് പ്രസന്റ് ആണ്. ആൻഡ് ഈ ഫൈറ്റോൾ എന്ന് പറയുന്നത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഐസോപ്രിനോയിഡിൽ നിന്നാണ്. ഫോംഡ് ഫ്രം 4 ഐസോപ്രീൻ യൂണിറ്റ്സ്. ഓക്കെ, നമ്മൾ ടെർപീൻസിന്റെ ഒക്കെ കാര്യം പറയുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റുകളാണ് നമ്മൾ ഐസോപ്രീൻ എന്ന് പറയുന്നത്. ആൻഡ് ഐസോപ്രീൻ എന്ന് പറയുമ്പോൾ ഇത് 5 കാർബൺ ആണ് ഐസോപ്രീൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 4 ഐസോപ്രീനുകൾ ചേർന്നിട്ടുള്ളതാണ് ഒരു ഫൈറ്റോൾ എന്ന് പറയുന്നത്. അപ്പൊ 4 ഐസോപ്രീൻ എന്ന് പറയുമ്പോൾ അതെന്താണ്? 5 × 4 എത്രയായിരിക്കും? 20 കാർബണുകളുള്ള ഒരു ടെർപീൻ എന്ന് പറയുമ്പോൾ അത് ഏത് കാറ്റഗറിയിൽ വരും? 20 കാർബൺ എന്ന് പറയുമ്പോൾ അത് ഡൈടെർപീൻ ആണ്. അപ്പോൾ ഈ ഫൈറ്റോൾ എന്ന് പറയുന്നത്, ഈ ലോങ് ചെയിൻ ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ഫൈറ്റോൾ എന്ന് പറയുന്നത് ഒരു ഡൈടെർപീൻ ആണ്. ഓക്കെ, 5 കാർബണുകളുള്ള ഐസോപ്രീൻ യൂണിറ്റുകൾ, 4 ഐസോപ്രീൻ യൂണിറ്റുകൾ തമ്മിൽ ചേർന്നിട്ടാണ് ഈ ലോങ് ചെയിൻ ആയിട്ടുള്ള ഫൈറ്റോൾ ഫോം ചെയ്തത്. ഇതൊരു ഡൈടെർപീൻ ആണ്. ഓക്കെ, ആൻഡ് ഈ ഫൈറ്റോളിനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്താണ്? കാർബൺ കാർബൺ ഡബിൾ ബോണ്ടുകളും ആ ഒരു ലോങ് ചെയിനിൽ പ്രസന്റ് ആയിരിക്കും. ആൻഡ് ഇത്രയാണ് ആ ക്ലോറോഫിലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഹെഡ് പോർഷനും ടെയിൽ പോർഷനും എങ്ങനെയാണ്, ഓരോ റിംഗിലും എന്തൊക്കെയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. The tetrapyrrole ring not only is a constituent of chlorophyll but also has attained a variety of other functions during evolution. And ഈ tetrapyrrole ring എന്ന് പറയുന്നത് അത് ക്ലോറോഫിലിന്റെ മാത്രം പ്രത്യേകതയല്ല, അത് വേറെ പല ഇതിലും നമുക്ക് കാണാനായിട്ട് പറ്റും. Okay, it is involved in methane formation by bacteria with nickel as the central atom. അപ്പൊ ഇവിടെ എന്താണ്? ബാക്ടീരിയയില് അതെന്താ? മീഥേൻ ഫോർമേഷനിൽ ഈ ടെട്രാപൈറോൾ റിംഗ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അവിടെ മഗ്നീഷ്യത്തിന് പകരം സെൻട്രൽ ആറ്റം ആയിട്ട് വരുന്നത് എന്താണ്? നിക്കൽ ആയിരിക്കും സെൻട്രൽ ആറ്റം ആയിട്ട് വരുന്നത്. മീഥേൻ ഫോർമേഷൻ, ബാക്ടീരിയയിൽ മീഥേൻ ഫോർമേഷനും എന്ത് വരുന്നുണ്ട്? ഈ പറയുന്ന ടെട്രാപൈറോൾ വരുന്നുണ്ട്. ആൻഡ് ഈ ടെട്രാപൈറോൾ റിംഗില് മഗ്നീഷ്യത്തിന് പകരം നിക്കൽ ആയിരിക്കും സെൻട്രൽ ആറ്റം. ആൻഡ് വിത്ത് cobalt it forms cobalamin or vitamin B12.
ഇപ്പോൾ ടെട്രാപൈറോൾ റിംഗ് വൈറ്റമിൻ B12 ഇത് നമ്മൾ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഈ ടെട്രാപൈറോൾ റിംഗ് തന്നെ ആയിരിക്കും. ആൻഡ് അതിൻ്റെ സെൻട്രൽ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? കൊബാൾട്ട് ആയിരിക്കും. സോ കൊബലാമിന്റെ ഫോർമേഷനിലും ടെട്രാപൈറോൾ റിംഗ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിത്ത് iron instead of magnesium as the central atom, the tetrapyrrole ring forms the basic structure of hemes, which as cytochrome function as redox carriers in electron transport processes and as myoglobin or hemoglobin stores or transport oxygen in aerobic organisms. അപ്പൊ എന്താണ്? ഈ മാഗ്നീഷ്യത്തിന് പകരം അയൺ ആണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ്? എന്തിന്റെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഹീമോഗ്ലോബിന്റെ ബേസിക് സ്ട്രക്ചർ ആണ് ഇതെന്ന് പറയുന്നത്. ഹീം ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു അയൺ അവിടെ സെൻട്രൽ ആറ്റം ആയിട്ട് വരുന്നത്. മഗ്നീഷ്യത്തിന് പകരം സെൻട്രൽ ആയിട്ട് ഹീം ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അവിടെ എന്താണ്? അത് ഹീമോഗ്ലോബിന്റെ ബേസിക് സ്ട്രക്ചർ ആയിട്ട് മാറുന്നുണ്ട്. അല്ലെങ്കിൽ അതെന്താണ്? നമ്മുടെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് പ്രോസസ്സിലെ നമ്മുടെ സൈറ്റോക്രോം, ഒരു റിഡോക്സ് കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്ന സൈറ്റോക്രോം, അതിലും ഇതേപോലെയാണ് കാണുന്നത്. ആൻഡ് ഓക്സിജനെ ക്യാരി ചെയ്യുന്ന ഹീമോഗ്ലോബിൻ, അതേപോലെ മയോഗ്ലോബിനിലൊക്കെ എന്താണ്? ഇതേപോലെ ഈ ടെട്രാപൈറോൾ റിംഗിൽ അയൺ അറ്റാച്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു ഹീം ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ഒരു ക്ലോറോഫില്ലിന്റെ സ്ട്രക്ചർ ഈ ഒരു രീതിയിലാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഹെഡ് പോർഷൻ. ഇത് ഹെഡ് പോർഷൻ ആണ്. ഇത് ഒരു ഫൈറ്റോൾ ടെയിൽ ആണ് കാണുന്നത്. ഹെഡ് പോർഷനും ടെയിൽ പോർഷനുമാണ്. ഹെഡ് പോർഷൻ നോക്കിയാൽ കണ്ടോ, ABCD എന്ന രീതിയിൽ 4 ടെട്രാപൈറോൾ റിംഗ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ C റിംഗിനോട് ചേർന്നിട്ട് ഒരു സൈക്ലോപെന്റനോൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് D റിംഗ് നോക്കിയാൽ ഈ D റിംഗിലാണ് ഇവിടെ കണ്ടോ എസ്റ്റർ ഫോർമേഷൻ നടക്കുന്നുണ്ട്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന്റെ ഫോർമേഷനും ഒക്കെ നടക്കുന്നുണ്ട്. ഒരു ലോങ് ചെയിൻ ആയിട്ടുള്ള ഫൈറ്റോൾ, ഒരു ലോങ് ഹൈഡ്രോ കാർബൺ ആയിട്ടുള്ള ഫൈറ്റോൾ ഇവിടെ പ്രസന്റ് ആണ്. നോക്കിയാൽ അവിടെ 20 കാർബണുകളുള്ള ഡൈടെർപ്പീൻ ആയിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. ബേസിക് 4 ഐസോപ്രീൻസ് തമ്മിൽ ഐസോപ്രീൻ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഡൈടെർപ്പീൻ ഫോം ചെയ്തിരിക്കുന്നത്. ആൻഡ് ക്ലോറോഫിൽ എയുടെയും ക്ലോറോഫിൽ ബിയുടെയും പ്രത്യേകത, ഈ ബി റിംഗില് CH3 ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഓക്കെ, CH3 ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ അതെന്താണ്? അത് ക്ലോറോഫിൽ എ ആയിരിക്കും. ആൻഡ് CHO ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് ക്ലോറോഫിൽ ബി ആയിരിക്കും. ഇതാണ് പ്രത്യേകത. ഓക്കെ, ഈ സൈഡ് ചെയിനുകൾ ചേഞ്ച് ആകുന്നതിനനുസരിച്ചാണ് ക്ലോറോഫിൽ എ ക്ലോറോഫിൽ ബി എന്നൊരു ഡിഫറൻസ് ഉണ്ടാകുന്നത്. ബാക്കി എല്ലാ ബേസിക് സ്ട്രക്ചറും സിമിലർ ആണ്. ആൻഡ് ഓർക്കുക, ബി റിംഗിലാണ് ഈ സൈഡ് ചെയിനുകൾ ആഡ് ആവുന്നതെന്ന് ഓർക്കുക. ഏത് റിംഗിൽ ഏത് ചെയിനാണ് ആഡ് ആകുന്നത് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. The chemical structure of chlorophyll A and chlorophyll B are well established. The molecular formula of chlorophyll A. Chlorophyll A യുടെ molecular formula നോക്കിക്കഴിഞ്ഞാൽ C55H72O5N4. Okay, C55H72O5N4 Mg എന്നുള്ളതാണ് chlorophyll A യുടെ molecular formula. And chlorophyll B യുടെ നോക്കിയാൽ C55H70O6N4. എത്രയാണ്? C55H70O6N4 Mg എന്നുള്ളതാണ് ക്ലോറോഫിൽ ബിയുടെ മോളിക്കുലാർ ഫോർമുല. ആൻഡ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? കാർബണിന്റെ എണ്ണത്തിൽ വ്യത്യാസമൊന്നുമില്ല. 55 C55 തന്നെയാണ് ക്ലോറോഫിൽ എക്കും ക്ലോറോഫിൽ ബിക്കും ഉള്ളത്. ആൻഡ് എച്ചിന്റെ കാര്യം നോക്കിയാൽ ഒന്നിലെ H72ഉം ഒന്നിലെ H70യുമാണ്. അതെന്തുകൊണ്ടാണ്? ക്ലോറോഫിൽ എയിലാണെങ്കിൽ CH3യും അതേപോലെ ക്ലോറോഫിൽ ബിയിലാണെങ്കിൽ CHOയുമാണ് സൈഡ് ഗ്രൂപ്പുകളായിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ തന്നെ എന്താണ്? ഇവിടെ CH3 3 H ഹൈഡ്രജൻ ഉണ്ട്. ആൻഡ് ഇവിടെ എന്താണ്? ഒരെണ്ണമേ ഉള്ളൂ. അതിന്റെ ഒരു 2 എണ്ണത്തിന്റെ ഡെഫിഷ്യൻസി ആണ് ഇവിടെ വരുന്നത്. ആൻഡ് O6 എന്ന് പറയുമ്പോൾ ഇവിടെ O5 ആണ്. CHOയുടെ ഒരു O കൂടെ വരുമ്പോഴാണ് O6 ആകുന്നത്. ബാക്കി എല്ലാം സിമിലർ ആണ്. ഓക്കെ, ആൻഡ് ഈ ഒരു ഡിഫറൻസ് ഇവരുടെ മോളിക്കുലാർ ഫോർമുല ക്ലോറോഫിൽ എയുടെയും ക്ലോറോഫിൽ ബിയുടെയും മോളിക്കുലാർ ഫോർമുല എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. ഇതിനു മുന്നേ ഒരു എക്സാമിനും എന്ത് ചെയ്യുന്നുണ്ട്?
ഈ പറയുന്ന മോളിക്കുലർ ഫോർമുല ഐഡന്റിഫൈ ചെയ്യാനുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. സോ എപ്പോഴും ഓർക്കുക, ക്ലോറോഫിൽ എ ആണെങ്കിൽ അവിടുത്തെ സൈഡ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നത് CH3 ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ മോളിക്കുലർ ഫോർമുല C55H72O5N4Mg ആണ്. ആൻഡ് ക്ലോറോഫിൽ ബിയുടെ കേസിൽ CHO ആണ് സൈഡ് ഗ്രൂപ്പ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ മോളിക്കുലർ ഫോർമുല C55H70O6N4Mg ആണ്. ഓക്കെ, ഇതാണ് മോളിക്കുലർ ഫോർമുല. The two chlorophyll differ because in chlorophyll B there is a CHO group instead of CH3 group at the third carbon atom in pyrrole ring 2. ഓക്കെ, പൈറോൾ റിംഗ് 2-ലാണ് ഈ സൈഡ് ചെയിനുകൾ ആഡ് ആകുന്നതെന്ന് ഓർത്തിരിക്കുക. സൈക്ലോപെന്റനോൺ റിംഗ് സിയിലാണ് ആഡ് ചെയ്യപ്പെടുന്നത്. ആൻഡ് റിംഗ് ഡിയിലാണ് ഫൈറ്റോൾ ചെയിനിന്റെ ആ ഒരു എസ്റ്റർ ഫോർമേഷൻ അവിടെ നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലോറോഫില്ല പിഗ്മെന്റിനെ പറ്റിയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, മൊത്തത്തില് എല്ലാ പിഗ്മെന്റുകളുടെയും സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലോറോഫിൽ എയും ക്ലോറോഫിൽ ബിയും തമ്മിലുള്ള ചേഞ്ച്, അതേപോലെ ബാക്ടീരിയൽ ക്ലോറോഫില്ലുമായിട്ടുള്ള ചേഞ്ച്, കരോട്ടിനോയിഡ്സിന്റെ സ്ട്രക്ചർ, വില്ലിൻ പിഗ്മെന്റ്സിന്റെ സ്ട്രക്ചർ, ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. ഇനി കരോട്ടിനോയിഡ്സിന്റെ കാര്യം നോക്കിയാൽ യെല്ലോ ഓർ ഓറഞ്ച് പിഗ്മെന്റ്സ് ആണ് കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. അതിൽ കരോട്ടീൻസും വരുന്നുണ്ട്, സാന്തോഫില്ലും വരുന്നുണ്ട്. കരോട്ടീൻസ് ആർ ഹൈഡ്രോകാർബൺസ് വിത്ത് എ മോളിക്കുലർ ഫോർമുല C40H56. ഓക്കെ, കരോട്ടീൻസ് ആണെങ്കിൽ അവരുടെ മോളിക്കുലർ ഫോർമുല C40H56 ആണ്. ഇനി സാന്തോഫിൽസിനെ നമ്മൾ എന്തെന്നുകൂടെ പറയും? കരോട്ടിനോൾസ് എന്നുകൂടെ പറയും. ആൻഡ് ദേ ആർ സിമിലർ ടു കരോട്ടീൻസ് ബട്ട് ഡിഫർ ഇൻ ഹാവിംഗ് 2 oxygen atoms in form of hydroxyl or carboxyl group. And ഇവരെന്താണ്? സാന്തോഫിലിൽ നോക്കിയാൽ ഇവർ കരോട്ടീൻസിനോട് സിമിലർ ആണ്, പക്ഷെ ഇവർക്ക് എന്താണ്? 2 ഓക്സിജൻ ആറ്റംസ് കൂടെ പ്രസന്റ് ആണ്. ഓക്കെ, ഇവിടെ C40 കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആറ്റംസ് മാത്രമാണുള്ളത്. 40 കാർബണും 56 ഹൈഡ്രജനുമാണ് ഇതിലുള്ളത്, കരോട്ടീൻസിലുള്ളത്. പക്ഷെ സാന്തോഫിൽസിൽ നോക്കിയാൽ ഹൈഡ്രോക്സിൽ അല്ലെങ്കിൽ കാർബോക്സിൽ ഗ്രൂപ്പുകളുടെ ഫോർമേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താണ്? അഡീഷണൽ ആയിട്ട് 2 ഓക്സിജൻ കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ മോളിക്കുലർ ഫോർമുല കരോട്ടിനോൾസ് അല്ലെങ്കിൽ സാന്തോഫില്ലിന്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത് C40H56O2 എന്ന് അഡീഷണൽ ആയിട്ട് 2 ഓക്സിജൻ കൂടി ഇവിടെ ആഡ് ആകുന്നുള്ളതേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ട്രക്ചറും സിമിലർ ആണ്. The role of carotenoids is absorption of light energy and transfer the light energy to chlorophyll A molecules. And ഈ കരോട്ടിനോയിഡ്സിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്തിട്ട് ആ ലൈറ്റ് എനർജീനെ ക്ലോറോഫിൽ എയിലേക്ക് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. നമ്മൾ പിഗ്മെന്റുകൾ നോക്കുമ്പോൾ പിഗ്മെന്റുകൾ പ്രധാനമായിട്ടും 2 തരത്തിലല്ലേ ഉള്ളത്? അസസറി പിഗ്മെന്റും ഉണ്ട്, എന്താണ്? മേജർ പിഗ്മെന്റും ഉണ്ട്. ആൻഡ് മേജർ പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ എയും അസസറി പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫിൽ ബി, കരോട്ടീൻ ആൻഡ് സാന്തോഫിൽ ആണ്. ആൻഡ് ഈ അസസറി പിഗ്മെന്റുകൾ ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു, അതേപോലെ ഈ റിയാക്ഷൻ സെന്ററിലുള്ള ക്ലോറോഫില്ലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? അസസറി പിഗ്മെന്റുകളാണ്. ആൻഡ് ഈ അസസറി പിഗ്മെന്റുകൾ അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്? റിയാക്ഷൻ സെന്ററിലുള്ള ക്ലോറോഫിൽ എയിലേക്ക് കൊടുക്കുന്നുണ്ട്. And they also play a very important role in preventing photodynamic damage within the photosynthetic apparatus. അതേപോലെ ഈ പറയുന്ന കരോട്ടിനോയിഡ്സ് അല്ലെങ്കിൽ അസസറി പിഗ്മെന്റുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട റോളാണ് എന്ത്? ഫോട്ടോഡൈനാമിക് ഡാമേജിൽ നിന്ന് ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസിനെ എന്ത് ചെയ്യുക? പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഫോട്ടോഡൈനാമിക് ഡാമേജിനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളത് ആരുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്? ഈ പറയുന്ന നമ്മുടെ അസസറി പിഗ്മെന്റുകളുടെ അല്ലെങ്കിൽ കരോട്ടിനോയിഡുകളുടെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ്. Photodynamic damage is caused by oxygen molecules which is very reactive and is capable of oxidizing whole range of organic compounds such as chlorophyll and thereby making them unfit for their normal physiological function. Photodynamic damage എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഓക്സിജന്റെ പ്രത്യേകത എന്താണ്? ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ റാഡിക്കൽസിന്റെ ഒക്കെ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ അതെന്താണ്?
അത് ആ എൻറ്റയർ സിസ്റ്റത്തിനെ തന്നെ ബാധിക്കുന്നു. ഓക്സിജൻ എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. റിയാക്റ്റീവ് ഓക്സിജൻ റാഡിക്കൽ എന്താണ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇപ്പൊ ക്ലോറോഫില്ലിനെയൊക്കെ ആണെങ്കിൽ ക്ലോറോഫില്ലിനെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിഡൈസ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. അങ്ങനെ ക്ലോറോഫില്ലിന്റെ ഓക്സിഡൈസേഷൻ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് നോർമൽ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ ഒന്നും ക്ലോറോഫില്ലിന് പിന്നെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതേപോലെ ഫോട്ടോ ഡൈനാമിക് ഡാമേജിൽ നിന്നും ഈ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ഒരു ജോലി കൂടെ ആർക്കുണ്ട്, ആ ഒരു റോള് കൂടെ ചെയ്യുന്നത് കരോട്ടിനോയിഡ്സ് ആണ്. കരോട്ടിനോയിഡ്സ് ആർ ഫൗണ്ട് ഇൻ ഓൾ നാച്ചുറൽ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസിലും എന്ത് കാണാനായിട്ട് പറ്റും, ഈ കരോട്ടിനോയിഡ്സ് കാണാനായിട്ട് പറ്റും. ആൻഡ് കരോട്ടിനോയിഡ്സ് ആർ ഇന്റഗ്രൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദി തൈലക്കോയിഡ് മെംബ്രെയിൻ ആൻഡ് ആർ യൂഷ്വലി അസോസിയേറ്റഡ് ഇന്റിമേറ്റ്ലി വിത്ത് മെനി ഓഫ് ദി പ്രോട്ടീൻസ് ദാറ്റ് മേക്ക് അപ്പ് ദി ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ്. അപ്പൊ എന്താണ്, നമ്മൾ ഈ തൈലക്കോയിഡ് മെംബ്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ളൊരു ഇന്റഗ്രൽ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. തൈലക്കോയിഡ് മെംബ്രെയിനിൽ കാണുന്ന ഇന്റഗ്രൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് കരോട്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവരെന്താണ്, ആ ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസിനെ മേക്കപ്പ് ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പ്രോട്ടീനുമായിട്ടും അസോസിയേറ്റ് ചെയ്തിട്ട് കരോട്ടിനോയിഡ്സിനെ കാണാനായിട്ട് പറ്റും. ആൻഡ് ദി ലൈറ്റ് എനർജി അബ്സോർബ്ഡ് ബൈ ദി കരോട്ടിനോയിഡ്സ് transferred to chlorophyll for photosynthesis. Because of this role they are called accessory pigments. എന്താണ്, കരോട്ടിനോയിഡ്സ് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റ് എനർജീനെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്ലോറോഫില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു റോൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവരെ അക്സസറി പിഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. കരോട്ടിനോയിഡ്സ് ഓൾസോ ഹെൽപ് ടു പ്രൊട്ടക്ട് ദി ഓർഗാനിസം ഫ്രം ഡാമേജ് കോസ്ഡ് ബൈ ലൈറ്റ്. ലൈറ്റ് വഴി ഉണ്ടാകുന്ന ഡാമേജിൽ നിന്നുമൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടും എന്ത് സഹായിക്കുന്നുണ്ട്, കരോട്ടിനോയിഡ്സ് സഹായിക്കുന്നുണ്ട്. അപ്പൊ കരോട്ടിനോയിഡ്സിന് പ്രധാനമായിട്ടുള്ളൊരു റോള് ഫോട്ടോസിന്തസിസിൽ ഉണ്ട്. ഇനി ഫൈക്കോബിലിൻസ്, അടുത്തൊരു പിഗ്മെന്റ് ആണ് ഫൈക്കോബിലിൻസ് എന്ന് പറയുന്നത്. റെഡ് ആൻഡ് ബ്ലൂ പിഗ്മെന്റ്സ്, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന റെഡ് ആൻഡ് ബ്ലൂ പിഗ്മെന്റ്സ് ആണ്. ആൻഡ് ദീസ് ഓൾസോ കണ്ടെയ്ൻ 4 പൈറോൾ റിംഗ് ബട്ട് ലാക്ക് മഗ്നീഷ്യം ആൻഡ് ദി ഫൈറ്റോൾ ചെയിൻ. അപ്പോൾ ഈ ഫൈക്കോബിലിൻസിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാലും ഇവർക്ക് എന്ത് പ്രസന്റ് ആണ്, 4 പൈറോൾ റിങ്ങുകൾ ഇവർക്ക് പ്രസന്റ് ആണ്. ഫൈക്കോബിലിൻസിന് നോക്കിയാലും ടെട്രാ പൈറോൾ റിങ് തന്നെയാണ് ഇവർക്കുള്ളത്. പക്ഷേ അവിടെ എന്തുണ്ടാവില്ല, സെൻട്രൽ ആറ്റമായിട്ടുള്ള മഗ്നീഷ്യവും ഉണ്ടാവില്ല. അതേപോലെ ആ ടെയിൽ പോർഷനിലുള്ള ഫൈറ്റോൾ ചെയിനും ഉണ്ടാവില്ല. അതാണ് ഫൈക്കോബിലിൻസിന്റെ പ്രത്യേകത. ഓക്കെ, ഫൈക്കോബിലിൻസിനും ടെട്രാ പൈറോൾ റിംഗ് ഉണ്ട്, പക്ഷെ അവിടെ സെൻട്രൽ ആറ്റമായിട്ടുള്ള മഗ്നീഷ്യവും ഉണ്ടാവില്ല, ഫൈറ്റോൾ ചെയിനും ഉണ്ടാവില്ല. And they are water soluble accessory photosynthetic pigments found in cyanobacteria, red algae and some cryptomonads. ഇപ്പൊ എന്താണ്, ഈ ഫൈക്കോബിലിൻസ് പ്രധാനമായിട്ട് നമ്മൾ എവിടെയാണ് കാണുന്നത്, ഇവര് വാട്ടർ സോല്യൂബിൾ ആണ്. ആൻഡ് ഈ പിഗ്മെന്റ്സ് പ്രധാനമായിട്ടും സൈനോബാക്ടീരിയയിലും റെഡ് ആൽഗയിലും ചില ക്രിപ്റ്റോമൊണാഡ്സിലൊക്കെ കാണുന്ന അക്സസറി പിഗ്മെന്റ് ആണ് ഫൈക്കോബിലിൻ എന്ന് പറയുന്നത്. And they form complexes called phycobilin proteins. And ഈ ഫൈക്കോബിലിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ചില കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നുണ്ട്. തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫൈക്കോബിലി പ്രോട്ടീൻസ് എന്ന് പറയുന്ന കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ്, ഫൈക്കോസയാനിൻ, ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് മോളിക്യൂൾസിനെ പറ്റിയിട്ട് കേട്ടിട്ടില്ലേ? അപ്പോൾ ഫൈക്കോസയാനിൻ, ഫൈക്കോ എറിത്രിൻ പോലെ ഇവരെന്താണ്, കോംപ്ലക്സുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഫൈക്കോ ബിലോ പ്രോട്ടീൻ കോംപ്ലക്സുകൾ ഇവർ തൈലക്കോയിഡ് മെംബ്രെയിനിൽ ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ക്യാപ്ചർ ലൈറ്റ് എനർജി ദാറ്റ് ക്ലോറോഫിൽ കനോട്ട് എഫിഷ്യൻ്റ്ലി അബ്സോർബ്, boosting photosynthetic efficiency especially in deeper water where light quality is limited. അപ്പോൾ ഈ ഫൈക്കോബിലിൻസ് പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താ, they capture light energy that chlorophyll cannot efficiently absorb. ക്ലോറോഫിലിനെ എഫിഷ്യൻ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ലൈറ്റ് എനർജീനെ ആര് അബ്സോർബ് ചെയ്യും, നമ്മുടെ അക്സസറി പിഗ്മെന്റുകൾ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഫൈക്കോബിലിൻ ഈ സൈനോബാക്ടീരിയയിലൊക്കെ അക്സസറി പിഗ്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളല്ലേ. അതുകൊണ്ട് തന്നെ ക്ലോറോഫിലിൻ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ലൈറ്റിനെ ആരാ അബ്സോർബ് ചെയ്യുന്നത്, ഫൈക്കോബിലിൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത്. ആൻഡ് ബൂസ്റ്റിംഗ് ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി, അങ്ങനെ ക്ലോറോഫിലിനെ എഫിഷ്യൻ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ലൈറ്റ് എനർജീനെ അബ്സോർബ് ചെയ്യുന്നത് വഴി ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നതിൽ സഹായിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ ഡീപ്പർ വാട്ടർ വെയർ ലൈറ്റ് ക്വാളിറ്റി ഈസ് ലിമിറ്റഡ്. അപ്പോൾ ലൈറ്റ് എന്താണ് നല്ല രീതിക്ക് കടന്നു ചെല്ലാത്ത ഡീപ്പർ വാട്ടർ ഏരിയാസിലൊക്കെ
എന്താണ് എഫിഷ്യൻ്റ് ആയിട്ട് ക്ലോറോഫിലിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ ഒരു സമയത്ത് എന്താണ് ഈ ഫൈക്കോബിലിൻസ് ആണ് ആ ഡീപ്പർ വാട്ടർ ഏരിയാസിലൊക്കെ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് റിയാക്ഷൻ സെന്ററിലുള്ള ക്ലോറോഫിലിനെ കൊടുക്കുന്നത്. അങ്ങനെ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട റോള് ഫൈക്കോബിലിൻസിലുണ്ട്. ഓർക്കുക, ഫൈക്കോബിലിൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സൈനോബാക്ടീരിയയിലും റെഡ് ആൽഗയിലും ക്രിപ്റ്റോമൊണാഡ്സിലൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും കാണുന്നത്. ആ ഫൈക്കോ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക ഇവർ കാണുന്നത് ബാക്ടീരിയകളിലൊക്കെയാണെന്ന് ഓർക്കുക. ആൻഡ് ലൊക്കേഷൻ ഓഫ് ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഇൻ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിലെ ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സിന്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ദി ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ഗ്രാന പോർഷൻസ് ഓഫ് ദി ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിലെ തന്നെ ഗ്രാനയുടെ റീജിയൻസിലാണ് പ്രധാനമായിട്ടും ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ്സ് ഒക്കെ കാണുന്നത്. ആൻഡ് ദേ ആർ പ്രസന്റ് ഇൻ ദി തൈലക്കോയിഡ് മെംബ്രെയിൻ. അപ്പൊ ഗ്രാനയിലെ പോർഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് തൈലക്കോയിഡ് മെംബ്രെയിനിലായിട്ട് നമുക്ക് എന്തിനെ കാണാനായിട്ട് പറ്റും, ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റുകളെ കാണാനായിട്ട് പറ്റും. ആൻഡ് ദി മെംബ്രെയിൻ ഓഫ് തൈലക്കോയിഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് or the membrane consists of both lipid layer and a protein layer. ഈ തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. ഈ തൈലക്കോയിഡ് മെംബ്രെയിനിൽ പലതരത്തിലുള്ള പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ് പ്രസന്റ് ആണെന്ന്. അതായത് തൈലക്കോയിഡ് മെംബ്രെയിനിൽ ലിപ്പിഡ് ലെയറും ഉണ്ട്, പ്രോട്ടീൻ ലെയറും ഉണ്ട്. ആൻഡ് ദി ഹൈഡ്രോഫിലിക് ഹെഡ് ഓഫ് ദി ക്ലോറോഫിൽ മോളിക്യൂൾ റിമൈൻ എംബഡഡ് ഇൻ ദി പ്രോട്ടീൻ ലെയർ വൈൽ ദി ലിപ്പോഫിലിക് ഫൈറ്റോൾ ടൈൽ ഇൻ ദി ലിപ്പിഡ് ലെയർ. അങ്ങനെ ഈ തൈലക്കോയിഡ് മെംബ്രെയിനിൽ എന്താണ് പ്രോട്ടീൻ ലെയറും ലിപ്പിഡ് ലെയറും പ്രസന്റ് ആയതുകൊണ്ട് തന്നെ ക്ലോറോഫില്ലിന്റെ ഹൈഡ്രോഫിലിക് ഹെഡുകൾ പ്രോട്ടീനിലേക്ക് എംബഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലും അതേപോലെ ലിപ്പോഫിലിക് ആയിട്ടുള്ള ഫൈറ്റോൾ ചെയിനുകൾ എന്താണ് ലിപ്പിഡ് ലെയറിൽ എംബഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുമായിരിക്കും കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ദി അതർ പിഗ്മെന്റ്സ് ആർ തോട്ട് ടു ബി പ്രസന്റ് അലോങ് വിത്ത് ക്ലോറോഫിൽ മോളിക്യൂൾസ്. ആൻഡ് ഈ ക്ലോറോഫിൽ മോളിക്യൂൾസിന്റെ കൂടെ മറ്റ് അക്സസറി പിഗ്മെന്റുകളും പ്രസന്റ് ആയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്.